ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അല്പം മല്ലിയില, അല്പം കറിവേപ്പില, 5 എഗ്ഗ്, പിന്നെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ട മസാലപ്പൊടികൾ: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. പിന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി വേണം. ഇനി എഗ്ഗൊന്ന് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പ്രഷർ കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് നന്നായിട്ട് ഉടനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ആഡ് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഗരം മസാല പൗഡർ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് കാണാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മസാല തയ്യാറാകുമ്പോഴേക്കും നമുക്ക് മറ്റൊരടുപ്പിൽ ഗീ റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 5-10 കാഷ്യൂ നട്ട്സും റൈസൻസും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം. എന്നിട്ട് അതേ കടായിൽ തന്നെയാണ് നമ്മൾ റൈസ് തയ്യാറാക്കുന്നത്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അതേസമയം നമ്മുടെ കുക്കറിലുള്ള മസാല ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ശേഷം ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം.
ഈ എഗ്ഗ് ഒരു കത്തി കൊണ്ട് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾവശത്തൊക്കെ മസാല പിടിക്കുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ചൂടായ കടായിലോട്ട് 2 കഷ്ണം പട്ടയും 4 ഗ്രാമ്പും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ റൈസ് ഞാനിവിടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഊറ്റിയെടുക്കുകയല്ല. നമ്മുടെ കണ്ണൂർ തലശ്ശേരി സ്റ്റൈലിലുള്ള ബിരിയാണി കിട്ടണമെന്നുണ്ടെങ്കിൽ അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റിച്ചിട്ട് തന്നെ റൈസ് തയ്യാറാക്കണം. കണ്ണൂർ വന്നിട്ട് ബിരിയാണി കഴിച്ചവർക്ക് അറിയാൻ പറ്റും കണ്ണൂരുകാരുടെ ബിരിയാണിയുടെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഏത് കപ്പിനാണോ റൈസ് എടുക്കുന്നത് അതേ കപ്പിന് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന നിലക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ശേഷം ഇതുപോലെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടെ തുറന്നിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ മുകൾ വശം വേവില്ല. ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ഒരു 90% വരെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതേ കടായിൽ തന്നെയാണ് ഞാൻ ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ റൈസിൻ്റെ പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള പകുതി ഭാഗം ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ശേഷം അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന മസാല കൂടി മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസൻസും അതുപോലെ സവാളയും ഒന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ അല്പം മല്ലിയില കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ ഒന്ന് അടുപ്പിൽ വെക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ദമ്മായി വരുള്ളൂ. അപ്പം ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ബിരിയാണി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ ബിരിയാണി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാലപ്പൊടി തയ്യാറാക്കുമ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മസാലപ്പൊടിക്ക് ഗരം മസാല പൗഡറിന് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് അത്ര ഫ്ലേവറും ടേസ്റ്റും ഒന്നും കിട്ടില്ല. അപ്പോൾ പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ ഗരം മസാല പൗഡർ തയ്യാറാക്കാൻ നോക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് കാണാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ എഗ്ഗ് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.